പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയുടെ വീട്ടിൽ നിന്ന് വിഷക്കുപ്പി കണ്ടെത്തി. പാതിയൊഴിഞ്ഞ നിലയിലുള്ള വിഷക്കുപ്പിയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഗോകുൽ VS നമുക്കൊപ്പം അവിടെ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗോകുൽ, നേരത്തെ ഡോഗ് സ്ക്വാഡ് ഒക്കെ പരിശോധന നടത്തുന്നുണ്ടായിരുന്നു. ഈ സുധാകരന്റെ അമ്മ മീനാക്ഷിയെയും വെട്ടിക്കൊന്ന ആയുധം കണ്ടെത്തിയോ? ആയുധവും അതോടൊപ്പം തന്നെ ഒരു വെട്ടുകത്തി, ഈ കൊലയ്ക്ക് ഉപയോഗിച്ച വെട്ടുകത്തി വീട്ടിൽ നിന്ന്, ചെന്താമരയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പോലീസ് അത് വീണ്ടെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു വെട്ടുകത്തി കൂടി അവിടെ ഉണ്ടായിരുന്നു, അതും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ഒഴിഞ്ഞ ഒരു കുപ്പി വിഷം കണ്ടു. അത് പകുതി ഒഴിഞ്ഞ നിലയിലുള്ള ഒരു വിഷക്കുപ്പിയാണ് കണ്ടെത്തിയത്. അതും പോലീസ് സീസ് ചെയ്തിട്ടുണ്ട്. ഏതായാലും സുധാകരന്റെ വീട് എന്ന് പറയുന്നത് ഈ ചെന്താമരയുടെ വീടിന്റെ തൊട്ടടുത്താണ്, ഈ ഭാഗത്താണ് ഉണ്ടായിരുന്നത്. സുധാകരൻ ബൈക്കിൽ സ്കൂട്ടറിൽ വരുമ്പോൾ ഇവിടെ വെച്ച് തടഞ്ഞു നിർത്തിയാണ് ചെന്താമര ഇയാളെ വെട്ടി കൊലപ്പെടുത്തിയത്. സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ഇയാൾ. 2019 ആ സംഭവം നടന്നത്. അതിനുശേഷം ഇയാൾ ജയിലിലായിരുന്നു. 2 മാസം മുൻപാണ് ഇയാൾക്ക് കോടതി ജാമ്യം അനുവദിച്ചതിനെ തുടർന്ന് ഇയാൾ ഇവിടേക്ക് എത്തിയത്. അതിനിടയിൽ പലപ്പോഴും പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ കുട്ടികളടക്കം, ഈ സുധാകരന്റെ കുട്ടികളടക്കം ഈ പോലീസിനോട് പരാതിപ്പെട്ടിരുന്നു. ഏകദേശം 23-ാം തീയതി, ഡിസംബർ 23-ാം തീയതിയാണ് ആ പരാതി പോലീസിന് ലഭിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ചെന്താമരയെ വിളിച്ചു വരുത്തി താക്കീത് ചെയ്യുകയും ഇങ്ങോട്ട് വരരുതെന്ന് ആവശ്യപ്പെടുകയും ചെയ്താണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ചെന്താമര കുറച്ച് നാളത്തേക്ക് ഇവിടേക്ക് വന്നിരുന്നില്ല. പക്ഷേ വീണ്ടും കഴിഞ്ഞ ദിവസം ഇവിടെ എത്തുകയും ഇന്ന് രാവിലെ അടക്കം ഇവിടെ ഒരു പ്രദേശവാസിയായ സ്ത്രീയോട് അയാൾ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ അരും കൊല നടത്തിയത്. 2 ഘട്ടങ്ങളിലായ ഒരു കുടുംബത്തിലെ 3 പേരെയാണ് ഇയാൾ കൊലപ്പെടുത്തിയത്. അതിനുശേഷം ഇയാൾക്കായുള്ള തിരച്ചിൽ ഇപ്പോൾ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. 4 സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് ഈ നിൽക്കുന്ന ഈ ആളുകൾക്ക് ഒളിച്ചിരിക്കാനും കടന്നു പോകാനും ഒക്കെ സഹായിക്കുന്ന തരത്തിലുള്ള ഭൂപ്രകൃതിയാണെന്ന് അവിടെയുള്ള പ്രദേശവാസികൾ പറയുന്നുണ്ട്. സമയം സന്ധ്യയാകുന്നു, നേരത്തോട് നേരമാവുകയാണ്. ഇവിടെ നിന്ന് നാട് കടക്കാനുള്ള സാധ്യത വരെയുണ്ട്. അപ്പോൾ ഈ അന്വേഷണം എത്രയും പെട്ടെന്ന് അത് ഊർജിതമായി നടക്കേണ്ടതുണ്ട്. അതെങ്ങനെയാണ് ഇപ്പോൾ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമൊക്കെ രൂപീകരിച്ചോ? ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. 4 സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് പോലീസ്, നമുക്കിപ്പോൾ കാണുന്ന പ്രദേശത്തിന് പിന്നിലൊരു മലയാണ്, പാടം കടന്നൊരു മലയാണ്. അവിടെ ചുറ്റി വളഞ്ഞുകൊണ്ട് പോലീസിന്റെ സംഘം ആ പ്രദേശം പൂർണ്ണമായും തന്നെ വളഞ്ഞുകൊണ്ടാണ് കാട്ടിൽ ഇയാൾക്കായി തിരച്ചിൽ നടക്കുന്നത്. കാട്ടിലെവിടെയോ നെല്ലിയാമ്പതി വനമേഖലയുടെ വരുന്ന താഴ്വാര പ്രദേശമാണിത്. ഇവിടെ ഇയാൾക്കായുള്ള തിരച്ചിൽ, ഈ പ്രദേശത്ത് ഇയാൾ ഉണ്ട് എന്നുള്ളൊരു കണക്കുകൂട്ടലിലാണ് പോലീസ്. ആ പ്രദേശം വളഞ്ഞുകൊണ്ട് പൂർണ്ണമായും തന്നെ ഒരു പഴുതും വിടാതെ പുറത്തേക്ക് പോകാൻ ഒരു സാഹചര്യവും ഒരുക്കാതെ എല്ലാ വഴികളിലൂടെയും ചെന്നുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്. അതേസമയം തന്നെ ഒരു പക്ഷേ ഇയാളെങ്ങാനും പുറത്ത് കടക്കുകയാണെങ്കിൽ അത്തരത്തിലൊരു സാധ്യത കൂടി പോലീസ് മുന്നിൽ കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പോകാൻ സാധ്യത എവിടെയാണ്? അങ്ങനെ ചില പ്രദേശങ്ങളും പോലീസ് കണക്കാക്കിയിട്ടുണ്ട്. ഇയാൾ മുൻപ് ജോലി ചെയ്ത സ്ഥലം, അതോടൊപ്പം തന്നെ ഇയാൾക്ക് അറിയാവുന്ന ചില പ്രദേശങ്ങൾ, ആ പ്രദേശങ്ങളിലേക്ക് കൂടി പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. തിരുപ്പൂരിലേക്കടക്കം പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. കാരണം തിരുപ്പൂരിൽ ഇയാൾക്ക് നിരവധി ബന്ധങ്ങളുണ്ട്. അവിടെ ജോലി ചെയ്തിരുന്നു, അവിടെ കുറച്ച് ബന്ധുക്കളുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള ബന്ധങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ തിരുപ്പൂരിലേക്കും ഇതിനപ്പുറത്തേക്ക് പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഇയാൾ പുറത്തേക്ക് വരികയാണെങ്കിൽ ഏതെല്ലാം വഴികളിലൂടെയായിരിക്കും വരിക, ആ സ്ഥലവും പോലീസ് അരിച്ചു പറക്കുന്നുണ്ട്. ഏതായാലും പക്ഷേ ഇതുവരെയും ഇയാളെ പിടികിട്ടിയിട്ടില്ല. ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത, ഡ്രോൺ ഉപയോഗിച്ചടക്കം പരിശോധന നടത്തുന്നുണ്ടെങ്കിലും ഇവിടെ കണ്ടുകിട്ടാൻ അല്പം ബുദ്ധിമുട്ടാണ്. കാരണം ഈ ഒരു ഇടതുറന്ന കാടായിരുന്നു. അതുകൊണ്ട് തന്നെ കണ്ടുകിട്ടാൻ ഒരു ബുദ്ധിമുട്ടാണ്. 2019 സജിതയെ ഇയാൾ കൊലപ്പെടുത്തിയ ശേഷം ഇതേ പ്രദേശത്ത് തന്നെയാണ് ഒളിവിൽ പോയത്. അന്ന് 4 ദിവസം കഴിഞ്ഞാണ് ഇയാളെ പിടികൂടിയത്. അതായത് 4 ദിവസം കഴിഞ്ഞ് ഇയാൾക്ക് കുടിക്കാൻ വെള്ളമില്ലാത്ത സാഹചര്യത്തിൽ ഇയാൾ പുഴയുടെ ഭാഗത്തേക്ക് ഇറങ്ങി വരികയായിരുന്നു. അവിടെ വെച്ചാണ് പോലീസ് പിടികൂടിയത്. അപ്പോൾ അത്തരത്തിലൊരു സാധ്യത ഈ പ്രദേശത്ത് നിന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു സാധ്യത ഈ ഭൂപ്രകൃതി അനുസരിച്ച് വളരെ ബുദ്ധിമുട്ടാണ്. അതുമാത്രമല്ല ഇയാൾ ഫോണും മറ്റു കാര്യങ്ങളും ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു ബുദ്ധിമുട്ടും പോലീസ് നേരിടുന്നുണ്ട്. എങ്കിലും അരിച്ചു പറക്കി കാടിൻ്റെ വിവിധ ഭാഗങ്ങൾ നാട്ടുകാരുടെ കൂടി സഹകരണത്തോടുകൂടി അരിച്ചു പറക്കിയുള്ള ഒരു പരിശോധന തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും വരുന്നുണ്ട്. ഡ്രോൺ അടക്കമുള്ള ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ കൊലയ്ക്ക് ശേഷം ഇയാൾ തൊട്ടടുത്തുള്ള തറവാട്ട് വീട്ടിലേക്കാണ് പോയതെന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. കാരണം ഡോഗ് സ്ക്വാഡ് ഇവിടെ നിന്ന് മണം പിടിച്ച് ആദ്യം എത്തിയത് അവിടേക്കാണ്. അതിനുശേഷം വനമേഖലയിലേക്കും പോയി, പിന്നീട് ഇയാൾ വനമേഖലയിലേക്ക് കടന്നു എന്നുള്ളൊരു വിവരമാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. ആ പ്രദേശത്തായി തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. നാട്ടുകാരുടെ കൂടി സഹകരണത്തോടു കൂടിയാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് രാത്രിയോടുകൂടി തന്നെ ഇയാളെ പിടികൂടാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പോലീസ്. കാരണം ഈ ഒരു പ്രദേശത്ത് ഇനി ഇയാളെ കൊണ്ട് ഏതെങ്കിലും തന്നെ ബുദ്ധിമുട്ടുണ്ടാകാനുള്ള ഒരു സാധ്യത കൂടി കണക്കിലെടുത്ത് വലിയൊരു പോലീസിന്റെ വിന്യാസം തന്നെ, ഏകദേശം 10 പോലീസുകാരുടെ വിന്യാസം ഈ ഒരു പ്രദേശത്ത്, ഈ ഒരു സ്ഥലത്തിന് സുരക്ഷയ്ക്കായി പോലീസ് ഒരുക്കിയിട്ടുണ്ട്. കാരണം ഏതെങ്കിലും രീതിയിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്